പൂക്കളം ഇടുന്ന അനാലിയയാണ് അത്തപ്പൂക്കളം ഇടുന്നത്. അനാലിയക്ക് പൂക്കളം ഇടാൻ വേണ്ടി പൂ പറിച്ചു കൊടുത്തതാ. ഇങ്ങനെ നോക്കിയേ പൊന്ന, ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന രണ്ടുപേരും. നല്ല പൈസാണോ എന്നെ മോളെ? അനാലിയ കഴിച്ചു നോക്കിക്കേ. അനാലിയക്ക് പായസം വേണോ? അന ചേച്ചി തരും. ഈ മിഠായിയാ കഴിച്ചോ? മിഠായിയാ കഴിച്ചോ? നല്ലതാണോ? നല്ലതാണോ? എന്താടി ഒരു എക്സ്പ്രഷൻ ഇല്ലാത്തത്? ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വേണ്ടേ? കഴിച്ചോ? കഴിച്ച പായസം കളയില്ല താഴെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പായസം വേണ്ട, ഒന്നും വേണ്ട. രണ്ടുപേരും കളിക്കുവാണോ? ഇത് ഞങ്ങളുടെ നെയ്ബറിന്റെ കുട്ടിയാണ് കേട്ടോ. ഒരാൾ അത്തപ്പൂക്കളം കിടക്കണം കണ്ടോ? പുറത്തിട്ട അത്തപ്പൂക്കളം എന്താ വീടിന്റെ അകത്ത് വരെ വന്നു. ഇത് അനാലിയിട്ട അത്തപ്പൂക്കളല്ലേ? ഇത് അനാലിയയുടെ അത്തപ്പൂക്കളല്ലേ? അനാലിയയുടെ അത്തപ്പൂക്കളം കണ്ടോ? വീടിന്റെ അകം വരെ വന്നു അത്തപ്പൂക്കളം. അതാ ഇവിടെ വല്യമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് വാഴയിലയിൽ ഇങ്ങനെ കെട്ടിവെക്കുക. മഴയത്ത് പിള്ളേരെയും കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്ന ചേട്ടൻ. നിങ്ങൾക്ക് പനി പിടിക്കൂലേ? അനാലിയ ഇങ്ങനെ ഇറങ്ങി വാ, പനി പിടിക്കുമ്പോ ഇറങ്ങി വാ, മഴയാ കേട്ടോ. അനാമോള് വെച്ചപ്പോ ഓടുന്നുണ്ടോ? ചേട്ടനല്ലേ ടെക്നിക്ക് അറിയാൻ പറ്റാത്തേ ഉള്ളൂ, പിള്ളേർക്കറിയാം. ടാറ്റാ. നോക്ക് അവളെന്താ സൂപ്പറായിട്ട് ഓടിക്കണേന്ന്. ഞങ്ങളിതാ അമ്മച്ചിയെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ ഇതാ ഇവിടെ ഒരു സുന്ദരനാണോ സുന്ദരിയാണോ എന്നറിയില്ല, പൊട്ടൊക്കെ തൊട്ട് നിൽപ്പുണ്ട്. രണ്ടുപേരുണ്ട് കണ്ട, പൊട്ടൊക്കെ തൊട്ട് കണ്ണൊക്കെ എഴുതിയ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് വേണ്ട എന്നൊരു ഫോൺ തരാൻ പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് ആ ഫോൺ തന്നിട്ടില്ലല്ലോ. എല്ലാവരും നാട്ടുകാർ മൊത്തം കേൾക്കും. നോക്കിക്കോ, ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. അമ്മച്ചിക്ക് ഒരു 80-90 വയസ്സില്ലേ? 100 വയസ്സ്. 100 വയസ്സിലെന്താ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. 100 വയസ്സില് പല്ലൊന്നുമില്ല, വായിക്കാത്ത പല്ലൊക്കെ പോയി. മൂന്നാമത്തെ ജനറേഷൻ. പുതിയ ഫോൺ അനുചേച്ചി, പഴയ ഫോൺ എനിക്ക് തരാന്ന് പറഞ്ഞു. അങ്ങനെ അനാലിയയുടെ ഈ വർഷത്തെ ഓണം. എടി പപ്പടമൊക്കെ പൊടിച്ച് കളയാതെ. അമ്മമ്മ കൂടെ കഴിച്ചേ, പപ്പടം മാത്രം കഴിക്കാതെ. ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഓണസദ്യ. ചോറ്, സാമ്പാർ, പപ്പടം, പഴം, എരിശ്ശേരി, അവിയൽ, കടുമാങ്ങാച്ചാർ, കണ്ണിമാങ്ങാച്ചാർ, പിന്നെ ചിപ്സ്, ശർക്കര വരട്ടി, പായസം. ഇതോടുകൂടി ഈ വർഷത്തെ ഓണം അവസാനിച്ചിരിക്കുന്നു.